നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സാരഥിയിൽ തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലയിലെ ഒരു വ്യക്തിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ബിസിനസ് രംഗത്ത് തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഇന്നത്തെ നമ്മുടെ അതിഥി സിന്ധു നായരെ നമുക്ക് ഒന്ന് ക്ഷണിക്കാം. അതുകൂടാതെ സിന്ധു നായരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം. മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ പലപ്പോഴും മിഴിയോരത്തില് നമ്മുടെ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തുന്നവര് പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിനെ കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ജ്വല്ലറി മേക്കിംഗ്, അങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് ശരിക്കും തികച്ചും വ്യത്യസ്തമായ ബിസിനസ് രംഗത്ത് തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച മാമിനെയാണ് ഞങ്ങൾ ഇന്ന് അതിഥിയായി വിളിച്ചിരിക്കുന്നത്. അപ്പം മാമിയുടെ വന്നതിന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാമിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. അപ്പൊ നമ്മുടെ ബിസിനസ് രംഗത്തേക്ക് കൂടുതൽ വരുന്നതിന് മുമ്പ് മാമിന്റെ സ്വദേശം എവിടെയാണ്? വളരെ സന്തോഷം എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിനും ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിനും വളരെ സന്തോഷം. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് പൂജപ്രിയാണ് എൻ്റെ വീട്. പൂജപ്രിയാണ് സ്വദേശം. ജനിച്ചതും വളർന്നതും എല്ലാം പൂജപ്പുര തന്നെയാണ്. വിദ്യാഭ്യാസവും തിരുവനന്തപുരത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് LLB ചെയ്തു. തിരുവനന്തപുരത്ത് തന്നെയാണ്, ലോ അക്കാഡമിയിൽ നിന്ന് LLB ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡ് ഇവിടെ UAE ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 1997 ഡിസംബറിൽ ഞാൻ UAE-ലെത്തി. 17 വർഷം കഴിഞ്ഞു. ശരിക്കും ഇവിടെ എത്തിയതിനു ശേഷം ഒരു ജോലി അന്വേഷിച്ചു, അതോ നമ്മൾ എങ്ങനെയാണ് ഒരു ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ MCOM-ന് പഠിക്കുന്ന കാലം മുതൽ എനിക്ക് നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു. പിന്നെ LLB ഞാൻ ഈവനിങ് കോളേജിലാണ് ചെയ്തത്. പകലപ്പോൾ ജോലിക്ക് പോയിരുന്നു. എന്നിട്ട് അതിനുശേഷം പിന്നെ ജോലി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു നാട്ടില്. വിവാഹം കഴിഞ്ഞ് ഇവിടെ എത്തിയതിന് ശേഷം വീണ്ടും ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു ജോലി അന്വേഷണത്തിനുള്ള ഒരു ശ്രമം തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ഫേമിൽ ഞാൻ കമ്പനി മാനേജറായിട്ട് ജോയിൻ ചെയ്തു. പഠിച്ചൊരു മേഖലയായിരുന്നു? തീർച്ചയായിട്ടും ആണ്. ഞാൻ ഇത് MCOM ആയിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ബാങ്കിങ് കാര്യങ്ങളെല്ലാം നോക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഓഫീസ് മാനേജ്മെന്റ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് ഒരു അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്തിരുന്ന ജോലികൾ അതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു 2 വർഷം അങ്ങനെ വർക്ക് ചെയ്തു. 2.5 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പോഴേക്കും എനിക്ക് മോനുണ്ടായി. അപ്പൊ മോൻ ജനിച്ച് അപ്പോഴേക്കും 1999 ഡിസംബറിൽ എനിക്ക് മോൻ ജനിച്ചു. അപ്പൊ മോൻ ജനിക്കുന്നത് വരെ ജോലി ചെയ്തു. മോൻ ജനിച്ചു കഴിഞ്ഞിട്ടും ജോലി വിടണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ വിടാൻ കമ്പനി അനുവദിച്ചില്ല. അപ്പൊ കുറച്ചു കാലവും കൂടി ഞാൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഓഫീസിൽ പോവാതെയാണ് കണ്ടിന്യൂ ചെയ്തത്. വീട്ടിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കത് അത്ര ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങ് ആ ജോലി നിർത്തി. എന്ന് പറഞ്ഞാൽ എൻ്റെ നിരന്തരമായ ഒരു സമ്മർദ്ദം കൊണ്ട് അവരും സമ്മതിച്ചു. പിന്നെ അങ്ങനെ ജോലി നിർത്തി. പിന്നെ മോനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 വർഷത്തോളം ഞാൻ ജോലിയിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി നിന്നു. ആ കാലയളവിൽ എൻ്റെ ഹസ്ബൻഡും ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു എയർ കണ്ടീഷനിങ് മേഖലയിൽ. അപ്പം അദ്ദേഹത്തിന്റെ കമ്പനിയുടെ അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാലയളവിലും വെറുതെ അങ്ങനെ ഇരുന്നില്ല. എന്നാലും കുറച്ച് ജോലി കൂടുതൽ മോന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി. അപ്പോൾ അങ്ങനെ വളരെ അതെ മോന്റെ കുട്ടിക്കാലമൊക്കെ വളരെ ആസ്വദിച്ച് കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം എപ്പോഴാണ് ഒരു ബിസിനസ് രംഗത്തേക്ക് കാല് വെച്ചത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നത്? എനിക്കൊരു ബിസിനസ് തുടങ്ങാം. ഫാമിലിയിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരു ബിസിനസ് രംഗത്തുള്ളവരായിരുന്നു? എങ്ങനെയായിരുന്നു? അല്ല, അച്ഛൻ KSRTC-ലെ ഡിപ്പോ മാനേജറായിരുന്നു. അപ്പോൾ അച്ഛൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ ആണ് തൊഴിൽ രംഗത്തുള്ളത്. അമ്മ പണ്ട് ജോലി ചെയ്തിരുന്നു KSRTC-യിൽ. അമ്മ ഒരു ഗ്രാജുവേറ്റ് ആണ്. ആ കാലഘട്ടത്തിലൊരു ഗ്രാജുവേറ്റ് ആണ്. സുഗതകുമാരിയുടെ ക്ലാസ്മേറ്റ് ആണ് അമ്മ. അപ്പോ അങ്ങനെ അമ്മ, പക്ഷെ ഞങ്ങള് 5 മക്കളായപ്പോ അമ്മ ജോലി വിട്ടു. അപ്പം കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ വീട്ടിലിരുന്നു.
വീട്ടില് എല്ലാരും ജോലി ചെയ്യുന്നവരാണ്, കൂടുതലും സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്, ബിസിനസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് നമ്മൾ കുറെയൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാച്ചുറേഷൻ തോന്നും, തൊഴിലൊരു സാച്ചുറേഷൻ തോന്നും. ആ ഘട്ടത്തില് ഞാൻ വിചാരിച്ചു ഐ ഡു സംതിങ് മൈ ഓൺ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നപ്പോഴേക്കും ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു പിന്നെയുള്ള എന്റെ ചിന്തയും റിസർച്ചും അതായിരുന്നു. അപ്പൊ അതിന് എനിക്ക് UAE എന്നെ വളരെ അധികം സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് ഇപ്പോ UAE ട്രേഡ് സെന്ററില് എക്സിബിഷൻസ്, ഇന്റർനാഷണൽ എക്സിബിഷൻസ് ധാരാളം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഞാൻ പോയി എല്ലാ എക്സിബിഷനും കാണുമായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് അതിനകത്തുനിന്നൊരു പ്രോഡക്റ്റ് പിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അത് പോയി കാണുന്നതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എത്ര വായിച്ചാലും കിട്ടാൻ പറ്റാത്ത പല അറിവുകളും നമുക്ക് അവിടുന്ന് കിട്ടുമായിരുന്നു. അപ്പൊ അങ്ങനെ അവിടുന്ന് എനിക്കൊരു പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ അവിടുന്ന് പിന്നെ ഡെവലപ്പ് ചെയ്ത് ആണ് ഞാൻ ഈ പ്രോഡക്റ്റിലേക്ക് വന്നത്. ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് ആരും ഇങ്ങനൊരു ശരിക്കും വ്യത്യസ്തമായ മേഖലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം പലപ്പോഴും സ്ത്രീകൾ ഇപ്പൊ അഭ്യസ്ത വിദ്യരായ സ്ത്രീകളുണ്ടെങ്കിലും അവർ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. പലരും ഗാർമെന്റ് ബിസിനസ് അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിംഗ് അങ്ങനെ പല മേഖലകളിലോട്ട് തിരിയാറുണ്ട്. എന്നാൽ ശരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നതും നമുക്ക് ആ ബിസിനസിനെ കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും എല്ലാരും ചെയ്യുന്നത് ഞാൻ ചെയ്യരുത് എന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കുറച്ചൊന്ന് വേറിട്ട് നിൽക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിലേക്ക് വരികയും ഇതിലേക്ക് ഉറച്ചു നിൽക്കുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ കാലഘട്ടത്തിലൊക്കെ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഈ പ്രോഡക്റ്റും ഇതിനെക്കുറിച്ചുള്ള അറിവുകൾക്കും വേണ്ടിയിട്ട് ശരിക്കും പഠിച്ചിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ശരിക്കും ഇനി നമുക്ക് എന്തൊക്കെയാണ് പ്രോഡക്ട്സ്, എന്താണ് ആ മേഖലയും നമുക്കൊന്ന് പറയാം. തീർച്ചയായിട്ടും ഞാൻ തുടങ്ങിയത് എൻ്റെ ബിസിനസ് തുടങ്ങിയത് ആദ്യം ഞാൻ ഇവിടെ UAE ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമായിരുന്നു. എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോളോഗ്രാം ആണ്. ഹോളോഗ്രാം എന്ന് പറയുന്നത് ഇതാണ് ഹോളോഗ്രാം. സെക്യൂരിറ്റി ലേബിൾസ്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെക്യൂരിറ്റി ലേബിൾസ്. ഈ UAE എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലർക്കും ഇതിന്റെ പേര് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കുന്നില്ല എന്ന് വെച്ചാല് ഈ പ്രോഡക്റ്റ് ഇത് നമ്മുടെ UAE വീസയ്ക്കകത്ത് ഈ ഹോളോഗ്രാം ഉണ്ട്. അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ പറയുന്നതാണ്. UAE ദറമില് കറൻസിയില് ഹോളോഗ്രാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഹോളോഗ്രാം എല്ലാം തന്നെ ഇത് സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസ് ആണ്. എന്ന് പറഞ്ഞാല് ഈ സെക്യൂരിറ്റി ലേബിൾസ് വിച്ച് കനോട്ട് ബി ഡ്യൂപ്ലിക്കേറ്റഡ് ഓർ വിച്ച് കനോട്ട് ബി കോപ്പീഡ്. ഇതാണ് ഹോളോഗ്രാം. ഈ ഹോളോഗ്രാഫിയിൽ ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്, ധാരാളം വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ സെക്യൂരിറ്റി ലേബിൾസ്, സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ശരിക്കും നമുക്ക് ആപ്ലിക്കേഷൻസ് പ്രോഡക്ട്സും പല പ്രോഡക്ട്സ് ഉണ്ടെന്ന് ആപ്ലിക്കേഷൻസ് കൂടെ നമുക്കൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ഈ ഹോളോഗ്രാഫിക് ലേബിൾസ് ബേസിക് തിങ് എന്ന് പറയുന്നത് ഹോളോഗ്രാഫിക് ലേബിൾസ്. ഇത് ഈ ഹോളോഗ്രാം എന്ന് പറയുന്നത് തന്നെ ഇത് ഇമേജസ് ഇതിന്റെ ആർട്ട് വർക്ക് നമ്മൾ ആദ്യം അതിന്റെ ബേസിക് ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞാല് ഇതിന്റെ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആർട്ട് വർക്ക് എന്ന് പറയുമ്പം അതിന്റെ കസ്റ്റമറിന്റെ ലോഗോ എടുത്തിട്ട് അതിനകത്ത് ധാരാളം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമ്മൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്യുന്നു. സെക്യൂരിറ്റി സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്തിട്ട് ഈ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇതിനെ ഓരോ ലെയർ ഫോർമാറ്റിലാക്കി ചെയ്യുന്നു. ലെയർ ഫോർമാറ്റിലാക്കി ചെയ്തിട്ട് ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹോളോഗ്രാം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഇതെല്ലാം സെക്യൂരിറ്റി ലെയേഴ്സ് ഒക്കെ തന്നെ വിസിബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഈ ഹോളോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വളരെ ലേമാന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു ഇത് പറഞ്ഞാല് നമുക്ക് ഇതിനകത്ത് ഈ ഇമേജസ് നമ്മളിപ്പോ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജസ് എല്ലാം തന്നെ ഒരു ലേസർ ടെക്നോളജിയുടെ
അല്ലെങ്കിൽ ലേസറാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ലേസർ ടെക്നോളജിയിൽ ലേസർ ബീംസ് ഒരു മീഡിയത്തിലേക്ക് കടത്തിവിട്ട് അതിനെ ഇമേജസ് ആക്കി മാറ്റി തിരിച്ചതിനെ നമ്മൾ ഫോയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് പറയണം, ബട്ട് പ്രോസസ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്. ഈ രീതിയിലാണ് ഇത് ഹോളോഗ്രാം ലേബിൾസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഇതെല്ലാം കാണാനായിട്ട് നമുക്ക് ഡിഫറെന്റ് മീഡിയംസ് ഉണ്ട്. ലൈക്ക് ഇപ്പം UV ലൈറ്റ്, നമ്മൾ കറൻസി ഒക്കെ ചെക്ക് ചെയ്യുന്ന ലൈറ്റ് ഉണ്ടല്ലോ, UV ലൈറ്റ്, അല്ലെങ്കിൽ ലേസർ ടോർച്ച് വെച്ച് നമുക്ക് ഇതിന്റെ ഈ ഹിഡൻ ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ആണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോ ബേസിക് ഹോളോഗ്രാം ലേബൽ ഇതിപ്പോ ഈ നമുക്ക് റിലീസ് പേപ്പറിനകത്ത് നിന്ന് പീൽ ചെയ്ത് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്താൽ ഇത് പിന്നെ നമുക്ക് തിരിച്ചളക്കി എടുക്കാനും പറ്റില്ല. അപ്പൊ ഹോളോഗ്രാം ഇറ്റ് സെൽഫ് ഈസ് ടാമ്പർ പ്രൂഫ്. അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് ആ ഒരു ലേബൽ തന്നെ അതിന്റെ ഫോയിൽ തന്നെ സെക്യൂർഡ് ആണ്. അപ്പൊ പിന്നെ നമുക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു അഡ്വാൻറ്റേജ് ഈ ഹോളോഗ്രാമിന്റെ ആപ്ലിക്കേഷൻസ് തന്നെ ഇപ്പം ഈ രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ പേപ്പർ ലേബൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മീഡിയം പേപ്പറിനകത്ത് പേപ്പർ ലേബലിനകത്ത് നമ്മൾ ഹോളോഗ്രാം ഹോട്ട് സ്റ്റാമ്പ് ചെയ്ത് എടുക്കുന്നു, ഹോളോഗ്രാം സ്ട്രിപ്പ് ചെയ്ത് എടുക്കുന്നു. അപ്പൊ ഈ സ്ട്രിപ്പ് ചെയ്ത് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് നമ്മൾ കറൻസിയിലേക്ക് വേണ്ടിയിട്ട് കറൻസിയിൽ ഹോളോഗ്രാം സ്ട്രിപ്പ് ചെയ്തിരിക്കുന്ന അതേ പ്രോസസ്സാണ് ഇത്. ഇതിന്റെ നോർമൽ ലേബൽ എന്ന് പറഞ്ഞ ഒരു നോർമൽ പേപ്പർ ലേബൽ എന്ന് പറഞ്ഞാല് ധാരാളം പേർക്ക് ഇത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ലേബിൾസിനൊക്കെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റും. അതിനകത്ത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒന്നുമില്ല. വേറെ ഇതിനകത്ത് ഹോളോഗ്രാഫിക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് ആൻഡ് ദിസ് കനോട്ട് ബി കോപ്പീഡ്. അതുകൊണ്ടാണ് ഈ സെക്യൂർഡ് ലേബിൾസ് അല്ലെങ്കിൽ സെക്യൂർഡ് ഡോക്യുമെന്റ്സിനകത്ത് എല്ലാം തന്നെ ഇപ്പം വിസ കാർഡ്, മാസ്റ്റർ കാർഡ് ഒക്കെ നോക്കുമ്പോൾ അതിനകത്തെല്ലാം ഒരു ഹോളോഗ്രാം അതിനകത്തുണ്ട്. ഇത് ഹോളോഗ്രാം വെക്കുന്നത് അതുകൊണ്ടാണ്, അതിനെ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം ഒരു 100% സെക്യൂർഡ് ആണെങ്കിൽ ഫുൾ പ്രൂഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു ഡോർ അടച്ചിട്ട് നമ്മൾ പോകുന്നു, വെറുതെ അടച്ചിട്ട് പോയാൽ ആർക്ക് വേണമെങ്കിലും ഡോർ തുറന്നും കയറാം. വേറെ നമ്മൾ ഒരു ലോക്ക് ഇട്ടിട്ട് പോയാൽ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. അതാണ് പിന്നെ നമ്മളത് ഇതിന്റെ പ്രൊഡക്ഷനിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിനെ കൂടുതൽ സെക്യൂർഡ് ഫീച്ചേഴ്സ് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കതിനെ കൂടുതൽ സെക്യൂരിറ്റി അതിനകത്ത് കിട്ടുന്നത്. ഇവിടെ എന്റെ ഓഫീസ് മെയിൻ ഓഫീസ് റാസൽ ഖൈമ ഫ്രീ സോണിലാണ്. റാസൽ ഖൈമ ഫ്രീ സോണിൽ ആണ് ഞാൻ ആദ്യം കമ്പനി തുടങ്ങിയത്. പിന്നെ അതിന്റെ ബ്രാഞ്ച് ഓഫീസസ് എനിക്ക് കേരളത്തില് 2 ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. പിന്നെ ബാംഗ്ലൂർ ഒരു ഓഫീസുണ്ട്. പിന്നെ US ഒരു സെയിൽസ് ഓഫീസുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഓപ്പൺ ചെയ്ത ഒരു ഓഫീസാണ് റിയാദില്, സൗദിയിലെ സെയിൽസ് ഓഫീസാണ്. അവിടെ അറബ് നാഷണൽസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു ബ്രാഞ്ചിൽ തന്നെയാണ് നമുക്ക് എത്ര സ്റ്റാഫ് ഉണ്ടാവും? സ്റ്റാഫ് കൂടുതലും ലേഡീസ് ആണോ? അങ്ങനെ ലേഡീസിനെ പ്രിഫർ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും സെയിൽസ് ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഓഫീസിൽ എനിക്ക് കൂടുതലും വേണ്ടത് മാർക്കറ്റിംഗ് ആൾക്കാരാണ്. എന്ന് പറഞ്ഞാല് മാർക്കറ്റിംഗ് ഇപ്പം ഹോളോഗ്രാം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അന്വേഷിച്ച് വരുന്നവർ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അവയർനെസ് നമ്മൾ അങ്ങോട്ട് ചെന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്ന് പറയുമ്പോഴേ സെയിൽസിലെ ആൾക്കാർ അല്ലെങ്കിൽ മാർക്കറ്റിംഗിലുള്ളവര് ദേ ഹാവ് ടു ഗോ ടു ദ കസ്റ്റമർ ആൻഡ് ഗിവ് എഡ്യൂക്കേഷൻ ടു ദം. അപ്പൊ അവർക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുത്ത് അവർക്ക് ഇതിന്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൽ ഇത് എത്രമാത്രം അവരെ ഗുണം ചെയ്യും എന്ന് അവർക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അവര് they can think about these type of security products. പലർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്താണ് അവയർനെസ് കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതിന് ശരിക്കും നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ടീം തന്നെ നന്നായിട്ട് വേണം. അപ്പൊ അത് നമ്മൾ ലേഡീസിനെ പ്രിഫർ എങ്ങനെയാണ്? ലേഡീസ് എന്റെ കൂടെ ലേഡീസും ഉണ്ട്, ജെന്റ്സും വർക്ക് ചെയ്യുന്നുണ്ട്. 2 വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് UAE എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എല്ലാം ലേഡീസ് സ്റ്റാഫാണ്. അപ്പോ കൂടുതലും ഞാൻ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യാൻ കൂടി മനസ്സിലൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നത്.
ഇനി ഞങ്ങളുടെ ഒരു ബാംഗ്ലൂരിലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അതിനകത്ത് ഷ്രിങ്ക് സ്ലീവ്സിന്റെ ഹോളോഗ്രാഫിക് ഷ്രിങ്ക് സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ ബോട്ടിലിന്റെ ഒക്കെ മേളിൽ ഇടുന്ന ആ ഷ്രിങ്ക് സ്ലീവ്സ് ചെയ്യുന്ന ആ യൂണിറ്റില് സ്ത്രീകൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അത് വളരെ സന്തോഷമായ ഒരു കാര്യമാണ്. ശരിക്കും നമുക്കിപ്പോ യൂണിവേഴ്സിറ്റി പേപ്പേഴ്സിനെ കുറിച്ച് സംസാരിച്ചു കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർ ഇതിനകത്ത് ഈ ഹോളോഗ്രാം ലേബിൾസിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മള് സെക്യൂരിറ്റി പ്രിന്റിംഗ് ഇപ്പൊ ഹോളോഗ്രാം ലേബിൾസ് ഇതൊക്കെ തന്നെ നമുക്ക് ഈ ID കാർഡ്സിനും ഡോക്യുമെന്റ്സിനും എല്ലാ ഈ മീഡിയംസിനും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ ദിസ് ഇതിനകത്ത് സെക്യൂരിറ്റി ലേബിൾസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസും നമുക്ക് ചെയ്യാവുന്നതാണ്. ലേബിൾസിന്റെ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസ്. ഇത് കൂടാതെ സെക്യൂരിറ്റി പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് സെക്യൂരിറ്റി പ്രിന്റിംഗ് ചെയ്യുന്നത് ഇത് വിത്ത് ഹോളോഗ്രാം ഓർ വിത്തൗട്ട് ഹോളോഗ്രാം നമ്മളിത് ചെയ്യുന്നുണ്ട്. ഹോളോഗ്രാം ഹോട്ട് സ്റ്റാമ്പ് ചെയ്തിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇതേപോലെയുള്ള ഡോക്യുമെന്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോളോഗ്രാം ഹോട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. വിസയിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ ഹോളോഗ്രാം ഹോട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഉള്ള ഈ ഹോളോഗ്രാം സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹോളോഗ്രാം സ്റ്റാമ്പ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിത്ത് ലോഗോ ഒരു പർട്ടിക്കുലർ സ്പേസിൽ നമ്മൾ പർട്ടിക്കുലർ സൈസിൽ ഈ സ്റ്റാമ്പിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് പ്രോസസ്. അതേപോലെ തന്നെ ഇതിനു വേണ്ടി ചെയ്യുന്ന ഹോളോഗ്രാം വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതുപോലെ ഈ ഡോക്യുമെന്റ് ഒക്കെ സാധാരണഗതിയിൽ ഇത് ലേസർ പ്രിന്ററിൽ കൂടെ പ്രിന്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ ഈ ഹോളോഗ്രാം ലേബിൾസും നമ്മൾ ലേസർ റെസിസ്റ്റന്റ് ഫോയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നോർമൽ ഫോയിൽ അല്ല, ലേസർ റെസിസ്റ്റന്റ് ഫോയിലാണ്. എത്ര ചൂടിൽ കൂടെ കടന്നു പോയാലും ഇത് ബേൺ ആവാതിരിക്കാനുള്ള പ്രിക്കോഷൻ എടുത്തിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി പ്രിന്റിങ്ങിന്റെ ഇതിൽ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും സെക്യൂരിറ്റി പ്രിന്റിംഗ് നമ്മൾ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ഷീറ്റ്സ്, പിന്നെ ഗവൺമെന്റ് ഡോക്യുമെന്റ്സ്, ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ്സ്, അത്തരം ഇതിന് ഡോക്യുമെന്റ്സിലൊക്കെയാണ് നമ്മൾ കൂടുതലും. പിന്നെ പാസ്പോർട്ട്, കറൻസി, ബാങ്ക് ഡോക്യുമെന്റ്സ് ലൈക്ക് ചെക്സ്, ഇതെല്ലാം സെക്യൂരിറ്റി പ്രിന്റിംഗിന്റെ മേഖലയിൽ വരുന്നതാണ്. പല ഫീൽഡിലും ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പല ഫീൽഡിലും ഇതിന്റേതുണ്ട്. അപ്പൊ ശരിക്കും ഇവിടെ ഒരു സെമിനാർസോ അങ്ങനെ എന്തെങ്കിലും നടത്തുന്നത്? അത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ സെക്യൂരിറ്റി പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്ലസ് ഇത് പേപ്പർ തന്നെ സെക്യൂർഡ് പേപ്പറാണ്. ഇതിനകത്ത് അൺബ്ലീച്ച്ഡ് പേപ്പറാണ്. ഇതിനകത്ത് എന്തെങ്കിലും പ്രിന്റ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ലിക്വിഡ് യൂസ് ചെയ്താൽ, കെമിക്കൽ യൂസ് ചെയ്താൽ അത് ഇമ്മീഡിയറ്റ്ലി ദ പേപ്പർ വിൽ റിയാക്ട്. പേപ്പറിന്റെ കളർ അങ്ങ് ചേഞ്ച് ആവും. അപ്പൊ അങ്ങനെ ഒരു കറക്ഷനും പോസിബിൾ അല്ല. അത് പിന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള കുറെ പ്രിന്റിങ് അതിനകത്ത് വരും. ഉദാഹരണത്തിന് ഇപ്പൊ ഇതിനകത്ത് നോക്കിയാൽ ഇതിനകത്ത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഇപ്പം UV ലൈറ്റിലേക്ക് ഇപ്പം ഇവിടെ ഫ്ലോറിൽ ഒരുപാട് ലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റാത്തതാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ബാങ്കിലൊക്കെ കറൻസി ചെക്ക് ചെയ്യുന്നത് അണ്ടർ ദ ടേബിൾ UV ലൈറ്റ് വെച്ചാണ്. അപ്പൊ കുറച്ച് ഡാർക്ക്നെസ്സിലാണ് അത് ചെക്ക് ചെയ്യുന്നത്. ഇതാണ് ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സെമിനാർസിനെ കുറിച്ചായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ വിമൻ മോട്ടിവേറ്റിംഗ് ക്ലാസ്സസ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, പ്രത്യേകിച്ച് ഞാൻ ഗവൺമെന്റ് ലെവലിലൊക്കെ പല ഡിപ്പാർട്ട്മെന്റിലും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ദുബായ് പോലീസിലൊക്കെ ഈ ഡോക്യുമെന്റ്സിന്റെ അല്ലെങ്കിൽ ലേബിൾസിന്റെ ഒക്കെ ആപ്ലിക്കേഷൻസ്, ഇതിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്താണ്, ഹൗ ടു ഡിറ്റക്ട് ദീസ് ഫീച്ചേഴ്സ്, ഇതെല്ലാം അവിടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ത്രീകളുടെ ഒരു ഇത് വരുമ്പോൾ നമ്മുടെ കുറേ കൂട്ടായ്മകളുണ്ട്. UAE നമുക്ക് ധാരാളം കൂട്ടായ്മകളുണ്ടല്ലോ. ഈ കൂട്ടായ്മകളിലൊക്കെ തന്നെ എപ്പോഴൊക്കെ എനിക്ക് സാധിക്കുമോ അപ്പോഴൊക്കെ തന്നെ കുറെ സ്ത്രീകളെ നമുക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് ഒരു എന്താ പറയാ എംപവറിങ് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യണം, അവർക്കൊരു മോട്ടിവേഷൻ വരണം എന്നുള്ള രീതിക്കുള്ള പല ക്ലാസ്സസും. സ്ത്രീകളെ സംബന്ധിച്ചിപ്പം നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചോളം അവർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ അവർക്ക് ഏതൊരു ഫീൽഡ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ സ്വന്തമായി വീട്ടിലൊരു ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. കഴിവുള്ള
ഉള്ളവരായിരിക്കാം പല മേഖലകളിൽ. പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ശരിക്കും ഒരു എന്താണ് പറയുക, ഒരു പ്രചോദനമാണ് മാം. അല്ലെ, ഒരു സെമിനാർസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ വരാറില്ല അതിനകത്ത്, ആ സെമിനാർസ് അറ്റൻഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും വരാറുണ്ട്. അതിൽ നിന്നും അവർ മോട്ടിവേറ്റഡ് ആവാറുമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞാല് അതിനകത്ത് ഇപ്പം പലപ്പോഴും ഒരു 50 or 60 സ്ത്രീകളൊക്കെ ഉണ്ടാവുന്ന ഒരു നമ്മുടെ ഒരു കൂട്ടായ്മയില് ഇവിടെ ലക്ഷ്മി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം സ്ത്രീകള് അഭ്യസ്ത വിദ്യരായ എന്ന് പറഞ്ഞാല് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഈവൻ ഡോക്ടറേറ്റ് പോലും ഉള്ള സ്ത്രീകള് വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്ന് അവര് അങ്ങ് കുറേ ശതമാനം ആളുകൾ വളരെ വർക്ക് ചെയ്യാനും അത് സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡന്റ് ആവാനും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന താല്പര്യത്തോടുകൂടി അവര് ചെയ്യുന്നുണ്ട്. വേറൊരു ശതമാനം സ്ത്രീകള്, അത് ശരിക്കും ഞാനതൊരു സർവേ ചെയ്തിട്ടുണ്ട്. അതായത് സ്ത്രീകള് അങ്ങ് ഒതുങ്ങിക്കൂടാൻ, കുടുംബത്തിലങ്ങ് ഒതുങ്ങിക്കൂടാൻ, അയ്യോ പിള്ളേരുടെ കാര്യം നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലെയിം എക്സ്ക്യൂസ് ആയിട്ടല്ല, അവരൊന്ന് ഒതുങ്ങിക്കൂടാനുള്ള ശ്രമം അവര് നടത്താറുണ്ട്. അപ്പൊ ഈ ശ്രമത്തിൽ നിന്നും അവരെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ലക്ഷ്മി, ഒരു വീട്ടിലൊരു സാമ്പാർ വെക്കാനോ കുഞ്ഞിന്റെ ഒരു ഡയപ്പർ മാറാനോ ഒന്നും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ഒന്നും വേണ്ട. ഇതൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇതെല്ലാം കാര്യങ്ങൾ നടന്നു പോകും. പക്ഷേ ഈ എന്ന് പറഞ്ഞാല് ഈ ഇത്രയും വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ നിന്ന് നേടി വരുമ്പോഴ് എന്ന് പറഞ്ഞാൽ ഇത് നാഷണൽ വേസ്റ്റ് ആണ്. അതേപോലെ തന്നെയാണ് കുടുംബത്തിനും ഇത്രയും പണം മുടക്കി ഇവരെ പഠിപ്പിച്ച് അവർ ടൈം വേസ്റ്റ് ആണ്. ഇത് എവിടെയെങ്കിലും ഒക്കെ അവർ പ്രയോജനപ്പെടുത്തണ്ടേ, ഏതെങ്കിലും രീതിയിൽ അവർ പ്രയോജനപ്പെടുത്തണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും ഇപ്പൊ മാം ഈ ഒരു മേഖലയിൽ വന്ന് വിവാഹം കഴിഞ്ഞു, കുട്ടിയുണ്ടെന്നൊക്കെ പറയും. ശരിക്കും ഒരു ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു കർമ്മരംഗത്ത് നമുക്കൊന്ന് ശോഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫാമിലി സപ്പോർട്ട് വേണം അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഫാമിലിയെ കുറിച്ചൊന്ന് പറയും? എന്റെ ഹസ്ബൻഡ് ജ്യോതികുമാർ, MS ജ്യോതികുമാർ, അദ്ദേഹം ഇവിടെ ബിസിനസ് ചെയ്യുവാണ്. അപ്പോ ബിസിനസ് ചെയ്യുന്ന വ്യത്യസ്ത മേഖലയാണ്, എയർ കണ്ടീഷനിങ് മേഖലയായിരുന്നു. പക്ഷെ ഇപ്പോ എന്റെ ഒപ്പം തന്നെ അദ്ദേഹവും വന്നിട്ടുണ്ട്. എന്റെ കൂട്ടം എന്ന് പറയുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്ക്, മലയാളികളുടെ ആദ്യത്തെ സോഷ്യൽ നെറ്റ്വർക്കായ കൂട്ടത്തിന്റെ ഫൗണ്ടറും കൂടിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ US ഒരു ഫ്രണ്ടും കൂടെ ചേർന്നാണ് അത് തുടങ്ങിയത്. അപ്പോ ഇപ്പം വിദ്യാർത്ഥിയാണ്, ബാംഗ്ലൂർ LLB പഠിക്കുന്നു. അപ്പോ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ, അതെ, ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മകൻ ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ദുബായ് മില്ലേനിയം സ്കൂളില് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആണ് അത് എന്ന് പറഞ്ഞാല് മകന് അച്ഛനും മോനും ഒരേപോലെ സപ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ദിവസം എന്തെങ്കിലും ഒരു ഇച്ചിരി ഒരു ഡൾനെസ് തോന്നി, ഇന്ന് എനിക്ക് മീറ്റിംഗ്സ് ഒക്കെ ക്യാൻസൽ ചെയ്ത് വീട്ടിൽ ഇരിക്കാം എന്നൊക്കെ തോന്നിയ രണ്ടാളും കൂടി എന്നെ പോവച്ച് പുറത്ത് ചാടിക്കും. എന്താ ഇന്ന് ജോലിക്ക് പോവാത്ത, എന്താ എന്ന് പറഞ്ഞത് അവർക്ക് അമ്മ ജോലിക്ക് പോകുന്നതാ മോനിഷ്ടം. ഹസ്ബൻഡിനും അതേപോലെയാണ്. ജോലിയിൽ എന്തെങ്കിലും ഉഴപ്പ് ഞാൻ നടത്തിയാൽ അത് സഹിക്കാൻ പറ്റില്ല. അതേസമയം വീട്ടില് എന്തുവാണെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്ന വളരെയധികം ഭാഗ്യമാണ്. നമുക്ക് ആ ഒരു മേഖലയിൽ ശോഭിക്കാനും നമുക്ക് സാധിക്കും. ആ ഒരു രീതിയിൽ കൂടി തന്നെ നമുക്ക് സമൂഹത്തിനും ഒരു സഹായമാണ് നൽകുന്നത്. പലർക്ക് ജോലി ലഭിക്കുന്നു, അങ്ങനെ പല സഹായങ്ങളും ശരിക്കും അതൊരു ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമേ. നമുക്ക് ഇങ്ങനെ ടൈം ബൗണ്ട് ആയിട്ട് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ അങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിലപ്പം ലേറ്റ് ഈവനിങ്സിനൊക്കെ മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ നമുക്ക് ഫാമിലി സപ്പോർട്ട് അത്യാവശ്യം ആവശ്യമാണ്. ശരിക്കും ഇനി അപ്കമിംഗ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോഴത്തെ കുറച്ച് നമുക്ക് മൊത്തം കാര്യങ്ങളും ഈ ഒരു അരമണിക്കൂർ നമുക്ക് പറയാൻ സാധിക്കും. എന്തൊക്കെയാണ് പ്രോഡക്ട്സ്, ബിസിനസ് രംഗത്ത് നമ്മൾ പ്രോഡക്ട്സ് പറഞ്ഞു, അതിന്റെ ആപ്ലിക്കേഷനും കുറച്ചൊന്ന് പറഞ്ഞു. ഇനി നമുക്ക് അപ്കമിംഗ് പ്രോജക്ട്സ് എന്താണ്? എന്റെ പ്രോഡക്റ്റിനെ ഇപ്പം എനിക്ക് കസ്റ്റമർ വേൾഡ് വൈഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. UAE തന്നെ എല്ലാ റൂളേഴ്സ് ഓഫീസിലും മിക്കവാറും എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും, അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, പിന്നെ യൂണിവേഴ്സിറ്റീസ് സൗദിയിലും അതേപോലെ തന്നെയാണ്. വേൾഡ് വൈഡ് ആയിട്ട് എനിക്ക് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇവിടുന്ന് തന്നെയാണ് ആ പ്രോഡക്റ്റ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അത് മാക്സിമം വലുതാക്കുക എന്നുള്ളതാണ്, വളർത്തുക എന്നുള്ളത് എയിം. അപ്കമിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഹോളോഗ്രാഫിക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഞങ്ങള് കരുനാഗപ്പള്ളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റില്, ഹസ്ബൻഡിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ്, അവിടെ ഞങ്ങള് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ലാൻഡും ബിൽഡിങ്ങും വാങ്ങിച്ചിട്ട് അവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റില്, സിഡ്കോയുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റില് ഞങ്ങളുടെ പുതിയ ഫാക്ടറി വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ താമസിയാതെ തന്നെ അത് അതിന്റെ അതെ അതെ. അപ്പം ശരിക്കും നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ശരിക്കും ഇവിടെ വന്നതിനും ഇത്രയൊരു ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകരുമായി ഷെയർ ചെയ്തതിന്, അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു മോട്ടിവേഷൻ കിട്ടിക്കാണ് അല്ലെ, സ്ത്രീകൾക്കാണ് നമ്മുടെ ശരിക്കും പ്രേക്ഷകർ, ഈ ഒരു സെഗ്മെന്റ് പ്രേക്ഷകർ വന്ന സ്ത്രീകളാണ്. അവരെ നമുക്കൊന്ന് മോട്ടിവേറ്റഡ് ആക്കാൻ സാധിച്ചത് വളരെയധികം നല്ലതാണ്. ഇവിടെ വന്നതിനും ഇത്രയൊക്കെ ഇൻഫർമേഷൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് അതുകൂടാതെ തന്നെ അതിന് വളരെയധികം നന്ദിയുണ്ട്. അതുകൂടാതെ തന്നെ ഇനിയും വരുന്ന പ്രോജക്ട്സിന് എല്ലാവിധ ആശംസകളും നമ്മുടെ ടീമിൽ നിന്ന് ഞങ്ങൾ നൽകുന്നു. താങ്ക് യു സോ മച്ച് ഇവിടെ വന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിനും അല്ലെങ്കിൽ സമൂഹത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ സാരഥി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.